ഗായ്സ്, അപ്പം നമ്മളെല്ലാവരും കൂടി ഇന്ന് കൊട്ടിയൂരേക്ക് പോകുന്നതാണ്. ഞങ്ങൾ ശനിയാഴ്ചയാണ് പോയത്. പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോയതാണ്. 3 മണിയാകുമ്പോഴത്തേക്ക് അമ്മ എന്ന് പറഞ്ഞു, വൈകുന്നേരം 3 മണിക്ക് അമ്മ എന്ന് പറഞ്ഞു 6 മണിയാകുമ്പോഴത്തേക്ക് കൊട്ടിയൂർ പോകണം, റെഡി ആവണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര കൃത്യനിഷ്ഠയായതുകൊണ്ട് 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് അച്ഛൻ അറിയാണ്ട് ചായ എന്ന് പറഞ്ഞു. പിന്നെ അമ്മ ഇടപെട്ട് ചായ വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചായ കുടിക്കാൻ കയറി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കൊട്ടിയൂരേക്ക് എത്തി. നടക്കുന്നതാണ്. രാത്രിയാണ്, നമ്മൾ ആദ്യമായിട്ടാണ് രാത്രി വരുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു സമയം കൊട്ടിയൂരേക്ക് വരുന്നത്. സാധാരണ ഞങ്ങൾ വരുന്ന ഒരു വൈകുന്നേരം സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് തൊഴുത് ഇറങ്ങലുണ്ട്. പ്രാവശ്യം ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു 9:15 9:30 ആയിരുന്നു. അതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 3 തൊഴുതിന്. അങ്ങനെ തൊഴുത് കഴിയുമ്പോഴത്തേക്ക് ശീവേലി തുടങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുന്നതാണ്. അവർ പറഞ്ഞു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി സമയത്ത് ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ശീവേലിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഇപ്രാവശ്യം ശീവേലിയൊക്കെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ശീവേലി കഴിഞ്ഞാൽ ഇനി വെള്ളത്തിൽ ഇറങ്ങിക്കൂടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല. പ്രദക്ഷിണം ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ മേലെ കൂടെ കയറിയിട്ടാണ് പ്രദക്ഷിണമൊക്കെ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുമെന്ന്. തിരിച്ച് വരുമ്പോൾ ചന്തയെല്ലാം കണ്ടപ്പാട് അച്ഛൻ ഞാൻ നിങ്ങളെപ്പോലുള്ള ആളെയല്ല എന്നുള്ള രീതിയിൽ വേഗം നടന്നുപോയി. പിന്നെ ഞങ്ങൾ ഈ ഒരു സാധനം വാങ്ങി നേരെ വീട്ടിൽ പോയി.